അപ്പോൾ ഈശ്വരവചനം നമ്മളോട് സംസാരിക്കുന്ന ഉൽപ്പത്തി അതിൻ്റെ 28-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെയാണ്. അവിടെ യാക്കോബ് ഒരു സ്വപ്നം കാണുന്നു. ഒരു ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഒരു കോവണി, ആ കോണിയിലൂടെ ദൈവദൂതന്മാരെ ഇറങ്ങുന്നതും കയറുന്നതും കാണുന്നു. പിന്നെ യാക്കോബിന്റെ ജീവിതത്തിൽ നടക്കുന്ന അനേകം ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങള്, പൊടി പോലെ സന്തതികള്, വലിയ സമ്പത്ത്, അനുഗ്രഹം, അങ്ങനെ യാക്കോബിനെ ദൈവം എല്ലായിടത്തും കാത്ത് സംരക്ഷിക്കുന്ന എന്താ പറയുക, യാക്കോബ് ഒരു ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിലാണ് യാക്കോബ് എന്ത് കാണുന്നത്? ഒരു സ്വപ്നം കാണുന്നത്. അപ്പൊ സ്വപ്നം കണ്ടു ഉറക്കത്തിൽ നിന്ന് എണീറ്റതും യാക്കോബിന് അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അപ്പം നമ്മളങ്ങനെ ഒത്തിരി സ്വപ്നങ്ങൾ കാണും അല്ലേ? അപ്പം നമ്മുടെ മനസ്സിലിപ്പോൾ എന്നെ കേൾക്കുന്ന പലരുടെ മനസ്സിൽ ഞാനടക്കം ചിലപ്പോൾ ചിന്തിക്കും നമ്മള്, ഞാൻ സ്വപ്നം കാണുന്നൊന്നും നടക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും നടക്കത്തില്ല, ഇതൊക്കെ മറ്റു പലരുടെ ജീവിതത്തിലും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെയൊന്നും ആവത്തില്ല, എൻ്റെ തലമുറ ഇങ്ങനെയൊന്നും ആവത്തില്ല, എൻ്റെ ഭർത്താവിൻ്റെ കുടിയൊന്നും മാറാൻ പോകുന്നില്ല. അപ്പം ഇതെന്താണ്? നമ്മുടെ യാക്കോബ് എന്താണ് സ്വപ്നം കണ്ടത്? നമ്മളതാണ് അബ്ദുൽ കലാം പോലും പറഞ്ഞത് എന്താണ്? നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ച ഒരു കാര്യം നടക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിലായി വരും, നമ്മൾ വിശ്വസിച്ച ഒരു കാര്യം ഈ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാണ്. അതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചൊരു കാര്യം നമ്മൾ ഡെയിലി നമ്മളത് പറയുകയാണ്. നമ്മളോട് തന്നെ രാവിലെ പറയണം, എന്നെ കൊണ്ട് എല്ലാത്തിനും സാധിക്കും, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കും, യേശുവിൻ്റെ നാമത്തിൽ എനിക്കത് നടന്ന് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു നോക്കിയേ. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. ഇത് ഒരു കൊച്ചു കാര്യമായിക്കോട്ടെ, നിങ്ങളത് ഈശോയിൽ വിശ്വസിച്ച് അതിലേക്ക് മുന്നോട്ട് ഇറങ്ങിക്കോ. ഈശോ അത് നടത്തി തരാൻ പോവുകയാണ്.